മോർണിംഗ് ഷോ തുടരുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് മോർണിംഗ് ഷോ പോവുകയാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ 215 പലസ്തീനികൾ കൂടി ഗസയിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. വളരെ ദുഃഖകരമായ കാര്യമാണ്. നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന യുദ്ധമുഖമായി ഗസ മാറുന്നു. ഇസ്രയേലിൽ ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണം കൂടി ഉണ്ടായി. 9 രാജ്യങ്ങൾ UN ഏജൻസിക്കുള്ള പലസ്തീൻ ഫണ്ട് റദ്ദാക്കിയതോടെ വൻ പ്രതിസന്ധി ഉരുത്തിരിഞ്ഞതായും വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. PP ജെയിംസ് ചേർന്നു. ഗുഡ് മോർണിംഗ് PP ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. PP ജെയിംസ് അന്ന് ആ സമ്മേളനത്തിൽ ഡാൻസ് ഒന്നും കളിച്ചില്ലല്ലോ. പ്രേക്ഷകർ പ്രതീക്ഷിച്ചു. അപ്പം നമ്മൾ ഇനി ഗസയിലേക്ക് പോയാൽ എസ്കേൻ, ഈ ഗസ വീണ്ടും കൂട്ടക്കുരുതിയുടെ കളമായി മാറുകയാണ്. അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഔദ്യോഗികമായി 26,700-ൽ പരമായിരിക്കുന്നു. 1,00,000 കഴിഞ്ഞ ആഴ്ച തന്നെ എത്തിയിരുന്നു. ഓരോ ദിവസവും 200-300 പേര് കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത് 215 പക്ഷേ എസ്കേൻ, നമ്മൾ ചോദ്യം തയ്യാറാക്കിയപ്പോൾ 215 ആയിരുന്നു. ഈ 10-15 മിനിറ്റിനുള്ളിൽ അത് 220 കടന്നിരിക്കുന്നു. അപ്പോൾ ഓരോ മിനിറ്റിലും ആൾക്കാർ മരിച്ച് വീഴുന്നതിൻ്റെ ദുരവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. സങ്കടകരമായ വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് ഖാൻ യൂനിസ് എന്ന തെക്കൻ ഗസയിലെ നഗരങ്ങളിലാണ് ഇസ്രായേൽ വല്ലാത്ത ആക്രമണം നടത്തുന്നത്. അവരുടെ 24 സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ശേഷം ഹമാസിനെതിരെയുള്ള ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഹമാസും വെറുതെ ഇരിക്കുന്നില്ല. ഇസ്രായേലിലേക്ക് തലങ്ങും വിലങ്ങും റോക്കറ്റുകൾ അയക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ അയൺ ഡോം, അതിൽ 90% റോക്കറ്റുകളെ തടഞ്ഞു വയ്ക്കുന്നു. പക്ഷേ 10% റോക്കറ്റുകൾ ഇപ്പോഴും ഇസ്രായേലിൽ പതിക്കുന്നുണ്ട്. ലെബനിൽ നിന്ന് ഹെസ്ബുള്ള അയക്കുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള വാർത്തകൾ പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്നില്ല. അടുക്കി തിരിച്ചടി എന്ന രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹൂതികളുടെ കാര്യത്തിലും. ഹൂതികൾ യമനിൽ നിന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അടുത്ത ഇടെയാണ് ബ്രിട്ടീഷ് കപ്പൽ മെർലിൻ ലുവാൻഡ കത്തി നശിച്ചത് ചെങ്കടലിനടുത്ത്. തിരിച്ച് ബ്രിട്ടനും അമേരിക്കയും ഹൂതി കേന്ദ്രങ്ങളിൽ യമനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പശ്ചിമേഷ്യ വല്ലാത്ത ഒരു ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ വലിയ ദുഃഖകരമായിട്ടുള്ള വാർത്ത എസ്കേൻ, ഈ 9 രാജ്യങ്ങൾ ഈ UN ഏജൻസിക്കുള്ള ഫണ്ട് റദ്ദാക്കിയതോടെ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. അത് വെറും ഒരു യുദ്ധകാലത്തുള്ളൊരു ഏജൻസിയല്ല. പാലസ്തീൻകാരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ UN വലിയ ഏജൻസിയാണ്. അതിന് തുക നൽകിയിരുന്നവരിൽ അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങൾ പലരുമുണ്ട്. ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ അടക്കം ഇവരൊക്കെ ഒറ്റയടിക്ക് ഇത് റദ്ദാക്കിയിരിക്കുന്നു. അവർ പറയുന്ന കാരണം ഏതാണ്ട് നിരവധി ഇതിലെ പ്രവർത്തകർ ഹമാസുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ ഒക്ടോബർ 7 ആക്രമണം നടത്തിയതിന് പിന്നിലുണ്ട് എന്ന് തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് ഇസ്രായേൽ പറഞ്ഞുവെന്നാണ് അമേരിക്കയും മറ്റ് രാജ്യങ്ങളും പറയുന്നത്. ആ തെളിവുകൾ വിശ്വസിച്ചാണ് ഞങ്ങൾ ഫണ്ട് റദ്ദാക്കിയത്. പക്ഷേ അത് വലിയതാണ്. 13,000 പേരാണ് ഗസയിൽ മാത്രം രക്ഷാപ്രവർത്തകരുള്ളത്. നമ്മുടെ ഡോക്ടർ സന്തോഷ് കുമാറിനെ പോലുള്ള ഒരുപാട് പേര്, WHO പ്രവർത്തകർ, ആരോഗ്യരംഗത്തുള്ളവർ, 300 പ്രൈമറി സ്കൂളുകൾ നടത്തുന്നുണ്ട് ഈ ഏജൻസിയുടെ കീഴിൽ. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് വലിയ ക്യാമ്പുകൾ, 10 ലക്ഷം പേർക്കാണ് ഭക്ഷണവും മരുന്നും കൊടുക്കുന്നത് ഈ ഗസയിലും മറ്റു പ്രദേശങ്ങളുമായിട്ട്. ഇതൊക്കെ നിലയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരുപക്ഷെ യുദ്ധത്തിലുണ്ടാകുന്ന മരണത്തേക്കാൾ പട്ടിണി മരണവും മരുന്ന് കിട്ടാതെ മരിക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇത് പോകുന്നു എന്ന് പറയുമ്പോൾ വളരെ മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് ഗസയിലും ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. UN ഏജൻസി അവർ കൈമലർത്തുകയാണ്, നിസ്സഹായത പറയുന്നു. ആന്റോണിയോ ഗുട്ടറസ് എന്ന UN സെക്രട്ടറി ജനറൽ തന്നെ രംഗത്ത് വന്ന SKN വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. പക്ഷേ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും അനങ്ങുന്നില്ല. SKN. മറ്റൊരു കാര്യം വരുന്നത്, നമ്മുടെ ചെങ്കടലിലെ രക്ഷപ്പെടുന്നതിന് പിന്നാലെ ഈ സൊമാലിയൻ കൊള്ളക്കാരെ തുരത്തി എന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ അഭിമാനകരമായ നേട്ടം വരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ SKN. ഒരു പക്ഷേ വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ത്യൻ നാവികസേന ചെങ്കടലിൽ, അറബിക്കടലിൽ, അതുപോലെ സൊമാലിയൻ കടൽ കൊള്ളക്കാരൊക്കെയുള്ള മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ നാവികസേന ഇതിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആണ്. ഒരു മലയാളിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. INS വിശാഖപട്ടണത്ത് എന്ന കപ്പലിൽ. ഇതിപ്പോൾ സുമിത്ര എന്ന INS കപ്പലാണ് യഥാർത്ഥത്തിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത്. വേറെ ആരുമല്ല, ഇറാനാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹൂതികളെയൊക്കെ സഹായിച്ച് രംഗത്തേക്കുന്നത്. ഇറാൻ്റെ ബോട്ടാണ് തട്ടിക്കൊണ്ടുപോയത്. ഒരു മത്സ്യബന്ധന ബോട്ടായിരുന്നു. അവരെ സൊമാലിയൻ കടൽ കൊള്ളക്കാരെ വളഞ്ഞു വെച്ച് ഇന്ത്യൻ പടക്കപ്പൽ അവരിൽ നിന്ന് ഇവരെല്ലാവരെയും ഈ ജീവനക്കാരെ രക്ഷിച്ചു. ഒരു പക്ഷേ ഇറാനുമായിട്ടുള്ള ബന്ധം തന്നെ ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടലാണ് ഇന്ത്യ നടത്തിയത്. നേരത്തെ
2 ചരക്ക് കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചപ്പോൾ ഇന്ത്യൻ നാവികസേന സമയോചിതമായി ഇടപെട്ട് രക്ഷപ്പെടുത്തിയിരുന്നു. ആദ്യം അമേരിക്കയുടെ ഒരു ചരക്ക് കപ്പലിനെയാണ്, പിന്നീട് ഉണ്ടായിട്ടുള്ള മാർഷൽ ഐലൻഡ്സിൻ്റെ ഇതിൽ വന്നപ്പോഴും സ്വാഭാവികമായിട്ടുള്ള ഇന്ത്യയുടെ ഇടപെടലുണ്ടായി. ബ്രിട്ടീഷ് കപ്പലിനെ രക്ഷിക്കാൻ ഇന്ത്യ രംഗത്ത് വന്നു. അപ്പോൾ അവിടുത്തെ ജീവനക്കാരെ, കത്തിക്കൊണ്ടിരുന്ന മാർലിൻ ലുവാണ്ട എന്ന ബ്രിട്ടീഷ് കപ്പലിലെ 23 ജീവനക്കാരെ, അതിൽ 22 ജീവനക്കാരും ഇന്ത്യക്കാരായിരുന്നു. രക്ഷപ്പെടുത്തിയത് ഇന്ത്യൻ നാവികസേനയാണ്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് വല്ലാതെ അഭിമാനിക്കാൻ വക നൽകുന്ന തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതിനിടയിൽ SKN ഒരുപക്ഷെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി അതുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കുന്നൊരു കാര്യം, US അമേരിക്കയുടെ സേനാ താവളം ജോർദൻ്റെ അതിർത്തിയിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. സിറിയയുടെയും ജോർദാൻ്റെയും അതിർത്തിയിലാണ്. അതിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവർ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളുമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി വന്നിരിക്കുന്നു, ട്രംപ് വന്നിരിക്കുന്നു. ട്രംപ് ചോദിക്കുന്നു, ഇയാൾ എന്തിനായിരിക്കുന്നത്, ഈസ് എ വെരി വീക്ക് പ്രസിഡന്റ്, കഴിവില്ലാത്ത പ്രസിഡന്റാണ്, ഇദ്ദേഹം രാജിവെച്ച് പോട്ടെ എന്നുള്ള രീതിയിലാണ് ട്രംപ് മത്സരിക്കാൻ നിൽക്കുകയാണ്. എന്തായാലും ജോ ബൈഡൻ വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഇറാനോട് ഭീഷണി മുഴക്കിയിട്ട് ഇറാൻ പറഞ്ഞ് ഞങ്ങളല്ല അത് ചെയ്തത്. എന്തായാലും ഇറാഖിൽ ഉള്ള റെസിസ്റ്റൻസ് സേനയാണ്, ഇറാൻ്റെ റെസിസ്റ്റൻസ് സേന എന്നറിയപ്പെടുന്ന സേനയാണ് ഇത് നടത്തിയെന്ന് അവർ ഉത്തരവാദിത്തം ഏറ്റിരിക്കുന്നു. എന്നാൽ അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ്. ഒരുപക്ഷെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പിറകെ വരുന്നൊരു കാര്യം കൂടിയാണ് SKN. ഇതെല്ലാം കൂടി ഈ മേഖല വീണ്ടും പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നു. ജെയിംസെ, മറ്റൊരു വാർത്ത വരുന്നത്, ഇന്ത്യ ഫ്രാൻസുമായി പ്രതിരോധ കരാർ ഉണ്ടാക്കിയത് ചൈനയെ വല്ലാതെ അലോസരപ്പെടുത്തിയിരിക്കുന്നു. ചൈന ഫ്രാൻസുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമെന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് കാര്യം? റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നു, പറയൂ. SKN ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വൻ പ്രതിരോധ കരാറുകൾ യഥാർത്ഥത്തിൽ ചൈനയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റിപ്പബ്ലിക് ദിനത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയുമായിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഒരുപക്ഷെ റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ ആയുധങ്ങൾ, മിസൈൽ സിസ്റ്റംസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഫ്രാൻസിനെയാണ്. നമുക്ക് പണ്ട് മുതലേ മിറാഷ് 2000 എന്ന വിമാനം കാർഗിൽ യുദ്ധത്തിൽ ഒരുപക്ഷെ റഷ്യയുടെ മിഗ് വിമാനങ്ങൾ പരാജയപ്പെട്ടപ്പോൾ മിറാഷ് 2000 ഇസ്രായേലിൻ്റെ പിന്തുണ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഉപദേശം സ്വീകരിച്ച് ഇന്ത്യ ഉപയോഗിച്ചത്. മിറാഷ് 2000 നടത്തിയ ഒരു ഓപ്പറേഷനാണ് കാർഗിൽ മലമേഖലകളിൽ പാകിസ്ഥാനിൻ്റെ ഒളിച്ചിരുന്നവരെ കാർപ്പറ്റ് ബോംബിംഗ് നടത്തി തോൽപ്പിക്കാനും തോറ്റുകൊണ്ടിരുന്ന ഇന്ത്യക്ക് വിജയം നേടാനും കഴിഞ്ഞതിൻ്റെ പിന്നിൽ ഇപ്പോൾ മിറാഷ് മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിമാനങ്ങൾ വരെ ഇന്ത്യ വാങ്ങുന്നത് അവിടെ നിന്നാണ്. റഫേൽ വിമാനം വാങ്ങുന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് വിമാനങ്ങൾ വന്നു കഴിഞ്ഞു, ഒരുപാട് വലിയ തരത്തിലൊരു പ്രതിരോധ കരാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് ഒരുപക്ഷെ ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ് രംഗത്ത് വന്നിരിക്കുന്ന SKN. അവർ പറയുന്നത് ഫ്രാൻസുമായിട്ട് ഞങ്ങൾക്ക് 60 വർഷത്തെ ബന്ധമുണ്ട്, പുതിയതായിട്ട് ഫ്രാൻസുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നതിൻ്റെ കാരണം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ശക്തമായതാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാലി ദ്വീപിൽ അവർ കയറി ഇടപെട്ട് ഇന്ത്യക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു. അവിടെ ഇന്ത്യയുടെ വിനോദസഞ്ചാരികൾ പോകുന്നു കുറഞ്ഞു. നേരത്തെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ പോയത് ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പോൾ 5ാം സ്ഥാനത്തേക്ക് ഇന്ത്യ മാറ്റിയിരിക്കുന്നു, ഇന്ത്യക്കാർ പോകുന്നില്ല. പക്ഷേ ചൈനയുടെ വിനോദസഞ്ചാരികൾ അവിടെ വരുന്നു, 3ാം സ്ഥാനത്ത് ചൈന എത്തിയിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആ പ്രശ്നത്തിലേക്ക് എത്തുന്നു. അവരുടെ ചാരക്കപ്പൽ, ചൈനയുടെ ചാരക്കപ്പൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 8 മാലദ്വീപിലെത്തും. ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് SKN. താങ്ക് യു VP ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നാളെ കാണാം.